ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണ്ണ മെഡൽ ജേതാവ് അനിത കല്ലേരിയെ ആദരിച്ചു. തിരൂർ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോർവ തിരൂർ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിൽ 13ാമത് ജില്ലാ സമ്മേളനത്തിന് തിരൂർ താലൂക്കിൽ നിന്നും 50ൽ പരം അസോസിയേഷൻ പ്രതിനിധികൾ പങ്കെടുക്കാൻ തീരുമാനിച്ചു. പ്രസ്തുത യോഗത്തിൽ ഗോവയിൽ വെച്ച് നടന്ന 3rd നാഷണൽ വുമൺ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ 2 ഇനങ്ങളിൽ 2 സ്വർണ്ണ മെഡൽ ജേതാവായ പൊറൂർ റെസിഡൻസ് അസോസിയേഷൻ അംഗം കൂടിയായ MV അനിത ടീച്ചർക്ക് മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഷോളും മൊമെന്റോയും നൽകി ആദരിച്ചു. ചടങ്ങിൽ താലൂക്ക് പ്രസിഡന്റ് VC രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ KK റസാഖ് ഹാജി, ജോളി കാക്കശ്ശേരി, സ്റ്റേറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് സതിദേവി കുളങ്ങര, VP ഗോപാലൻ, KV ആനന്ദവല്ലി, AK ഗോപാലകൃഷ്ണൻ നായർ, V ഷമീർ ബാബു എന്നിവർ പ്രസംഗിച്ചു. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയാണ്. അതിപ്പോൾ നമ്മുടെ നാഷണൽ ലെവലിൽ സാധാരണ ഗ്രാസ് റൂട്ട് ലെവലിൽ ഓരോ സംഘടനയ്ക്കും വിവിധ പേരുകളാണെങ്കിലും സാധാരണ എക്സാമ്പിൾ പറയുന്നത് നെറ്റ്വ, പൊറൂർ റെസിഡൻസ്, സൈലന്റ് നഗർ, അങ്ങനെ റെസിഡൻസ് അസോസിയേഷന് സാധാരണ ഗ്രാസ് റൂട്ട് ലെവലിൽ ഉണ്ടെങ്കിലും പിന്നെ അവിടെ അങ്ങോട്ട് എല്ലാം കോർവയാണ്. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയും, അത് കഴിഞ്ഞാൽ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും, അതെല്ലാ ജില്ലയും 14 ജില്ലയാണ്. മലപ്പുറം ജില്ലയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും, അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോർവ സ്റ്റേറ്റ് കമ്മിറ്റി, കേരള സ്റ്റേറ്റ് കമ്മിറ്റി, തമിഴ്നാട് സ്റ്റേറ്റ്, അങ്ങനെ പല സ്റ്റേറ്റ് കമ്മിറ്റി. അത് കഴിഞ്ഞാൽ നാഷണൽ ലെവലിൽ നാഷണൽ കമ്മിറ്റിയൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. അനിത ടീച്ചർക്ക് നമ്മൾ 2 വിഭാഗത്തിൽ 100 മീറ്റർ ഓട്ടത്തിലും ഇതേമാതിരി വേറെ റിലേയിലും ഫസ്റ്റ് ഗോവയിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ 2 സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള പൊതു റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗം കൂടിയായിട്ടുള്ള മംഗലത്തുകാരിയായിട്ടുള്ള നമ്മുടെ സാറിൻ്റെ നാട്ടുകാരി കൂടിയായിട്ടുള്ള ടീച്ചർക്ക് അത് വലിയ ഭാഗ്യമാണ്. ഇന്നിവിടെ ഒരു ആദരം കൊടുക്കുകയാണ്. അതിന് സാറെ കിട്ടിയതിൽ ഞങ്ങളുടെ അസോസിയേഷനും ഇത് വാങ്ങുന്നവരും വളരെ സന്തോഷമാണ്. ചടങ്ങിന് വേണ്ടി അനിൽ വള്ളത്തോൾ സാറിനെയും ആദരവ് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി അനിത കല്ലേരി, പൊറൂർ റെസിഡൻസ് അസോസിയേഷൻ അംഗം കൂടിയായിട്ടുള്ള അനിത കല്ലേരി അവർക്കെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് കേവലം ഒരു സൗഹൃദ സദസ്സല്ല, ഇതൊരു കുടുംബാംഗത്തിന്റെ ഒരു കുടുംബ സദസ്സാണ്. വാസ്തവത്തില് നമ്മുടെ ഭാരതീയമായ സങ്കല്പം അനുസരിച്ച് കുടുംബം എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. മഹാകവി വള്ളത്തോളിന്റെ ഒരു കവിതയില് നമുക്ക് ഗാർഹസ്ഥ്യ വഴിക്ക് നേടിടാം വിമുക്തിയെക്കാളും അഖണ്ഡമാം സുഖം എന്നൊരു പ്രയോഗമുണ്ട്. അതായത് ഈ ലോകം ഒരു കുടുംബമാണെന്നും ഇവിടെയുള്ള ജീവജാലങ്ങളടക്കം മനുഷ്യൻ ഉൾപ്പെടെയുള്ള സമസ്ത ജീവജാലങ്ങളും ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഭാരതീയ സങ്കല്പത്തിലുണ്ട്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഈ പരിസ്ഥിതി ദിനമൊക്കെ വളരെ ഔചിത്യപൂർവ്വം കൊണ്ടാടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പരിസ്ഥിതി ദിനം ആചരിക്കുകയുണ്ടായി. ഒരു വൃക്ഷത്തൈ നടുന്നു എന്നുള്ളത് വലിയൊരു സന്ദേശമാണ്. ഒരു ലോകത്തിലേക്ക് നമ്മൾ ആത്മസമർപ്പണം നടത്തുന്നതിന്റെ ഒരു ചിഹ്നമാണ്, ഒരു അടയാളമായിട്ടാണ് അത്. നെറ്റ്വർക്കിന് അല്ലെങ്കിൽ ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു പാരസ്പര്യത്തിന് ഏറെ മൂല്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് താലൂക്ക് അധിഷ്ഠിതമായാലും ജില്ലാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും അന്താരാഷ്ട്ര തലത്തിലായാലും ഇത്തരത്തിലുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ ഒരുമിക്കുമ്പോൾ നമ്മുടെ ഈ ബന്ധങ്ങൾക്ക് ദൃഢത നൽകുവാനായി നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും വിധത്തിൽ ശ്രേയസ് അല്ലെങ്കിൽ പ്രശസ്തി നേടി തന്നവർക്ക് വേണ്ട വിധത്തിൽ അഭിനന്ദനം ചൊരിയുക എന്നുള്ളത് ഒരു കർത്തവ്യമായി കരുതുന്നത്. നേട്ടങ്ങൾക്ക് ഇതൊരു നല്ലൊരു സോപാനമായി മാറട്ടെ എന്നും ഈ കൂട്ടായ്മയുടെ സൗഹൃദവും സൗമനസ്യവും ഉദാരതയും അങ്ങേയറ്റം പ്രശംസിക്കപ്പെടേണ്ടതാണ് എന്നും അതിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരമൊരു സമ്മാന ദാനത്തിന്
എനിക്ക് അവസരം കിട്ടിയത് വലിയ ധന്യമായ ഒരു വസ്തുതയാണ് എന്നും ഓർമ്മിച്ചുകൊണ്ട് അങ്ങേയറ്റം ആഹ്ലാദത്തോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി അനിത കല്ലേരി ടീച്ചർക്ക് ദേശീയ തലത്തിൽ നാഷണൽ മീറ്റിന് പോയിട്ട് 100 മീറ്റർ ഓട്ടത്തിനും 4x100 മീറ്റേഴ്സ് റിലേക്കും ഗോൾഡ് മെഡലാണ് കിട്ടിയിട്ടുള്ളത്. അത് ആ ഒരു കിട്ടിയിട്ടുള്ള ഉപഹാരത്തിന് നമുക്കൊരു ആദരം കൊടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനുവേണ്ടി ഇന്ന് വേദി ഒരുക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ടീച്ചർക്ക് കിട്ടിയ ഒരു ചെറിയ ഉപഹാരമാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതൊരു വലിയൊരു സംഭവം തന്നെയാണെന്നുള്ളതാണ് സത്യം. ആദ്യമായി ഇങ്ങനെ ഒരു ആദരവ് എനിക്ക് തന്നതിൽ ഈ സംഘടനയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു വലിയ ആഗ്രഹമായിരുന്നു നാഷണൽ മീറ്റിൽ പങ്കെടുക്കുക എന്നുള്ളത്. സ്റ്റേറ്റ് മീറ്റിലൊക്കെ ആദ്യം പങ്കെടുത്തിരുന്നു. ലാസ്റ്റ് സ്റ്റേറ്റ് മീറ്റിൽ പങ്കെടുത്തത് കാസർഗോഡായിരുന്നു. പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ചേതന സ്കൂളിലാണ് UP-യിൽ പഠിച്ചിരുന്നത്. അവിടെ നിന്ന് UP ക്ലാസ്സിൽ മുഴുവൻ ഞാൻ 3 വർഷവും ചാമ്പ്യനായിരുന്നു. പിന്നെ ആലത്തൂർ ഹൈസ്കൂളിലേക്കാണ് വന്നത്. ആലത്തൂർ ഹൈസ്കൂളും 8, 9, 10 ക്ലാസ്സുകളിൽ ഞാൻ അവിടുത്തെ ചാമ്പ്യനായിരുന്നു. പിന്നെ MES പ്രീ ഡിഗ്രിക്ക് MES-ലായിരുന്നു. അപ്പോൾ MES-ലും എനിക്ക് പിന്നെ നാഷണൽ മീറ്റ് പിന്നെ അവിടുത്തെ യൂണിവേഴ്സിറ്റി മീറ്റിലൊക്കെ പങ്കെടുക്കാൻ പറ്റി. പിന്നെ ചെറുപ്പത്തിൽ തന്നെ HM ആയതുകൊണ്ട് സ്കൂളിൻ്റെ ഒരുപാട് ബാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുട്ടികളിലായി കൂടുതൽ ശ്രദ്ധ. പിന്നെ ഇപ്പോൾ റിട്ടയർ ചെയ്തപ്പോഴാണ് KSSP-യിൽ കൂടെ ഞങ്ങളുടെ ബ്ലോക്ക് പെൻഷനേഴ്സിൻ്റെ KSSP ടൗൺ ബ്ലോക്കിൽ കൂടിയാണ് ഞങ്ങൾ അവിടെ കലാമേളയും അതേപോലെ തന്നെ സ്പോർട്സും അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ജില്ലയിൽ. എനിക്ക് വീണ്ടും ഓടാനുള്ള അവസരം കിട്ടിയത് കേരള മാസ്റ്റേഴ്സിനോട് കൂടി ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ 2 ഗോൾഡ് മെഡലും നമ്മുടെ ഗോവയിൽ ഭയങ്കര ചൂടാണ്. 28 സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് എന്നാണ്. തിരൂരിൽ നിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഞാനും അതേപോലെ പാണ്ടിക്കാട്ട് നിന്ന് ഒരു പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ലീലാവതി മാഡമാണ് പോയിരുന്നത്. അവരാണ് എന്നെ ഇതിൽ വരണമെന്ന് നിർബന്ധിച്ച് കൊണ്ടുപോയത്. നമ്മുടെ താലൂക്കിലെ പോഴൂർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗമായ അനിത ടീച്ചർക്ക് നാഷണൽ വിമൻസ് സ്പോർട്സ് അത്ലറ്റിക്സിൽ 2 സ്വർണ്ണ മെഡൽ കിട്ടിയതിനെ അനുമോദിക്കാൻ കൂടി അവസരം ഉപയോഗിച്ചു. മീഡിയ ന്യൂസ്, തിരൂർ.